കവിതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ കാലത്തിൻ്റെ നോവ് എങ്ങനെയാണ് കഥയിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പല എഴുത്തുകാരും ചോദിക്കുകയുണ്ടായി. പക്ഷേ എപ്പോഴത്തെ ഞാൻ പറഞ്ഞൊരു ഉത്തരവെന്ന് പറയുന്നത് അതാത് കാലത്തിൻ്റെ നോവലിൻ്റെ അനുഭവങ്ങളാണ് അതാത് കാലത്ത് പ്രകാശിതമാകുന്ന കഥകളുടെ ഉപയോഗിക്കുന്നത്. അത് കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ക്ലാസിക്കൽ കാലഘട്ടത്തിൻ്റെ കഥകൾ മുതൽ ഈ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ കാലം വരെയുള്ള കഥകളുടെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡർ, അതിൻ്റെ ചാക്രികമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതാത് കാലത്തിൻ്റെ കയ്യൊപ്പ് എഴുതി വാങ്ങിയിട്ടുള്ളതാണ് ഈ കഥകൾ. ഈ കയ്യൊപ്പ് എന്ന് പറയുന്നത് രക്തത്താലും മാംസത്താലും വിയർപ്പിനാലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കയ്യൊപ്പാണ്. ഹൃദയത്തിനോട് സംവദിക്കുന്ന ഒരു കയ്യൊപ്പാണ്. അതിന് നിത്യസാക്ഷിയായിട്ട് നിൽക്കുന്നത് കാലമാണ്. അപ്പൊ കാലത്തെ അവഗണിച്ചുകൊണ്ട് ലോകത്തൊരു എഴുത്തുകാരൻ ഒന്നും എഴുതാൻ കഴിയില്ല എന്ന് നമുക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരുപാട് മനീഷികളായിട്ടുള്ള എഴുത്തുകാരൻ. മാർക്കേസിനെ പോലൊരു വലിയ എഴുത്തുകാരൻ പറഞ്ഞത്, എഴുതാനിരിക്കുമ്പോൾ ഒരു ഭൂതകാലം ഒരു സമുദ്രത്തിന്റെ നാവ് നീട്ടി എന്നെ വിഴുങ്ങാനെന്ന ഭാവേന വരുന്നു എന്നുള്ളത്. അപ്പൊ ഭൂതകാലം വിട്ടൊരു എഴുത്തുകാരന് ഉണ്ടാകാൻ പറ്റില്ല. എഴുതാനിരിക്കുന്ന ഓരോ എഴുത്തുകാരനും അവന്റെ ഭൂതകാലത്തെ സ്മരിക്കാതെ എഴുതാൻ പറ്റില്ല. അപ്പൊ അവന്റെ ഭൂതകാല സ്മരണയോടൊപ്പം തന്നെ അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെയും അവൻ നേരിടാൻ പോകുന്ന ഭാവി കാലത്തിന്റെയും ഭവിഷ്യത്തുകൾ ഉൾപ്പെടെയുള്ളതിനെ അവൻ സമഗ്രമായിട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവന്റെ കഥയിലേക്കോ നോവലിലേക്കോ നാടകത്തിലേക്കോ ഒക്കെ എത്തിച്ചേരുന്നത്. ഇങ്ങനൊരു സമഗ്രമായിട്ടുള്ളൊരു ദർശനം ലോകത്ത് ഒരുപാട് ഉണ്ടായിട്ടുള്ള കഥകളിൽ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കഥയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ടുള്ള ഒരു BBC-യുടെ ഒരു ലിറ്റററി റിവ്യൂവിൽ അവർ പറയുന്നുണ്ട്, എന്നും എൻഎസ്റ്റ് രൂപമായിരിക്കും ചെറുപ്പം എന്ന് പറയുന്നത് കവിതയ്ക്കല്ല. കവിതയ്ക്ക് മാതൃസഹിതമായിട്ടുള്ളൊരു വാത്സല്യം ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും. എല്ലാ ലിറ്റററി ഫോംസിൻ്റെയും മദർ പോയിന്റാണ് കവിത. കവിതയിൽ നിന്നാണ് എല്ലാവരും കഥയിലേക്ക് മാറുന്നത്. ലോകത്തെല്ലാവരും ഒക്കെ ആദ്യം എല്ലാവരും എഴുതിയിട്ടുള്ള കവിതയാണ്. അപ്പൊ കവിതയിൽ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന സ്പേസ് നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ വിശാലമായ ഒരു സ്പേസിലേക്ക് കഥയിലേക്ക് കിടക്കുന്നത്. ആ കഥയിലൂടെ നമുക്ക് പറയാൻ പറ്റുന്ന സ്പേസ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നോവലിലേക്ക് അല്ലെങ്കിൽ നീണ്ട കഥയിലേക്ക് കിടക്കുന്നത്. അതിൽ നിന്നാണ് നോവലിലേക്ക് പോകുന്നത്. അതിൽ നിന്നാണ് ബൃഹദാഖ്യാനങ്ങളിലേക്ക് പോകുന്നത്. പിന്നൊന്നുമില്ല, സപ്ലൈ മൗണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആനന്ദത്തിന് പുറത്താവും. പിന്നെ നമുക്ക് സൃഷ്ടിക്കപ്പെടാനായിട്ടൊന്നുമില്ല. അപ്പൊ അത്രയും ഒരു തലത്തിലേക്കാണ് ഇപ്പൊ ഇലിയഡ്, ഒഡീസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ പറയുന്നത്. അത്രയും വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ CB രാമപിള്ളയുടെ നോവലുകളൊക്കെ അത്തരം ഒരു കാഴ്ചപ്പാട്ടാണ് എഴുതപ്പെട്ടത്. അപ്പം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഹൗ ടു പ്രസന്റ് എ സബ്ജക്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ്. നിങ്ങൾ എങ്ങനെയാണ് ഒരു വിഷയം അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പൊ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്, ഞാൻ ആലോചിക്കുമ്പോഴേക്കും എൻ്റെ അന്വേഷണം കണ്ടത് ലോകത്തുണ്ടായ ആദ്യത്തെ കഥ എന്താണ്, ആരായിരിക്കും ആ കഥ പറഞ്ഞിട്ടുണ്ടാകുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം നിങ്ങളെ പോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ബിബ്ലിക്കൽ വേദപുസ്തകമൊക്കെ വായിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഈ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആദം ഹവ്വയാണല്ലോ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. ഒരു പക്ഷേ ആദമായിരിക്കാം ആദ്യത്തെ കഥ പറഞ്ഞ ആള്. അത് കേട്ട ആള് ആദ്യത്തെ സകൃത എന്ന് പറയുന്നത് ഹവ്വയായിരിക്കും. ചിലപ്പോൾ ഹവ്വ പറഞ്ഞ കഥ ആദം കേട്ടിട്ടുണ്ടാവും. നമ്മൾ സാധാരണ പറയാറില്ലേ, അവസാനം ഇത് രണ്ടുപേരും കൂടെ പറഞ്ഞ നാട്ടുകാർ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വളർച്ച. പിന്നീട് നമ്മളായിരിക്കുന്ന രാത്രികൾ വായിക്കുന്നു പഞ്ചതന്ത്രം കഥകൾ, വിഷ്ണു ശർമ്മ പഞ്ചതന്ത്രം, ഒരുപാട് കഥകൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം കൊണ്ടല്ല, കഥകളെ കൊണ്ടാണ് എന്ന്. ശാസ്ത്രം പറയുന്നത് ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റം കൊണ്ടാണ്. ആറ്റത്തിന്റെ വിഘടന രൂപത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ശാസ്ത്രം പറയുമ്പോൾ നമ്മൾ അതിന്റെ യുക്തിഭദ്രമായിട്ടുള്ള നിലപാടിനെ പരിപൂർണമായിട്ട് തള്ളിക്കൊണ്ട് നമ്മൾ പറയുന്നു നമ്മുടെ ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് കഥകളെ കൊണ്ടാണ്. കാരണം എന്താണ്? ഒരു കഥ അടുത്ത കഥയുടെ ആരംഭമാണ്, അതിനടുത്ത കഥ അതിൻ്റെ അടുത്ത കഥയുടെ. പിന്നെ പാബ്ലോ നെരൂദയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, പോയട്രി ഇസ് എ സ്ട്രീറ്റ് എന്ന് പറയും, കവിത എന്ന് പറയുന്നത് തെരുവാണെന്ന് പറയും. എന്തുകൊണ്ടാണ് തെരുവെന്ന് പറയുന്നത്? ഒരു തെരുവ് അടുത്ത തെരുവിൻ്റെ ആരംഭമാണ്, തെരുവുകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരുമ്പോഴും എല്ലാ തെരുവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു വന്നത്. അപ്പോൾ തെരുവുകൾക്ക് അവസാനമില്ല.
അപ്പൊ നിരൂപതരെടുത്ത് ഒരു പത്രപ്രവർത്തനം ചോദിക്കുന്നുണ്ട്, കടലിന്റെ അവസാനം അല്ലെ കടലിന്റെ മുനമ്പിലേക്ക് നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ അല്ലെ കടൽപ്പാലത്തിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ തെരുവ് അവസാനിക്കുന്നില്ലെന്ന് വെച്ചപ്പോൾ നിരൂപത പറയുന്നത്, നമുക്ക് അദൃശ്യമായ ഒരു തെരുവ് കടലിന്റെ മധ്യത്തിലൂടെ മറ്റൊരു തീരത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു തെരുവുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നാണ്. ആ തെരുവിലൂടെയാണ് കപ്പൽക്കാർ, ആ തെരുവിലൂടെയാണ് ഈ നാവികര് ഇതൊക്കെ ഒട്ടിച്ചോണ്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പോയട്രി ഈസ് എ സ്ട്രീറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ കഥയെന്ന് പറയുന്നത് വലിയ തെരുവാണ്. ഒരു തെരുവിന്റെ, ഒരു സ്ട്രീറ്റിന്റെ എല്ലാ സഹജ ലക്ഷണങ്ങളുമുള്ള ഒന്നായിട്ടത് മാറും. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ കഥകൾ കൊണ്ടായിരിക്കാം ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പ്രാഥമികമായിട്ട് എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള യുക്തികളെയും മാറ്റി വെച്ചിട്ട് നമുക്കത് പറയാനായിട്ട് പറ്റും. അതിന് യുക്തിഭദ്രമായിട്ടുള്ള നിലപാടൊന്നല്ല നമ്മൾ പറയുകയാണ്. അപ്പൊ നോക്കേ, നമ്മുടെ നാട്ടില് പണ്ട് മുതലേ പ്രചുര പ്രചാരം നേടിയിട്ടുള്ള ഒരു കഥയാണ് എന്താ, മണ്ണാങ്കട്ടയും കരിയിലെ കാശി. അത് അറിയാത്തവരായിട്ട് ആരുമില്ല. പിന്നെ അതിന് ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് വന്നു. ഇപ്പോൾ കാറ്റ് വന്നപ്പോൾ അത് പിന്നെ കരിയില പറന്നുപോയി, മഴ പെയ്തപ്പോൾ മണ്ണാങ്കട്ട അരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽപ്പോലും ഒക്കെ അവരെവിടെ പോയത്? കാശിക്കാണ് പോയത്. കാശി എന്ന് പറയുന്നത് ഒരു മോക്ഷ നഗരമാണ്. അപ്പൊ അന്നേ ഈ മുക്തിയുടെ ഒരു തലമായിട്ട് കഥകളെ കൂട്ടുപിടിച്ചിട്ടൊരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ എം ഫോസ്റ്ററിനെ പോലൊരു എഴുത്തുകാരൻ പറയുന്നത്, നമ്മൾ ഓരോ കഥ വായിച്ച് തീരുമ്പോഴും നമ്മൾ മോക്ഷപ്പെടുകയാണ്, നമ്മൾ മുക്തിപ്പെടുകയാണ്, നമുക്ക് പരിപൂർണമായ പുനർജീവനം ലഭിക്കുകയാണ്. ഒരു കഥയിൽ നമ്മൾ എരിഞ്ഞു തീരുകയാണ്. അപ്പൊ ഓർമ്മകൾ എരിഞ്ഞു തീരുന്നിടത്തുനിന്ന് അല്ലെങ്കിൽ ഉറഞ്ഞു കൂടുന്നിടത്തുനിന്ന് കഥ ആരംഭിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഓർമ്മകൾ ഒഴുകുവാനാകാതെ തളം കെട്ടി കിടക്കുന്നിടത്താണ് നമ്മൾ ഭൂതകാലത്തിന്റെ അനുഭവങ്ങളെ അതിന്റെ സത്താപരമായ ഗുണത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ പ്രപഞ്ചം സൃഷ്ടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ക്ലാസിക്കൽ കാലഘട്ടത്തിൽ നിന്ന് ഈ വർത്തമാനകാലത്തിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ, കവിതയിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കഥയിൽ വരുന്ന മാറ്റങ്ങളൊന്നും ഭയങ്കര മാറ്റമാണ്. പണ്ട് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന മലയാളത്തിന്റെ കാര്യം തന്നെ എടുക്കാം. മലയാളത്തിൽ നോക്കുമ്പോഴത്തേക്ക് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ ഒരു വളരെ പ്രസിദ്ധമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു കഥയാണ് ദ്വാരക. അപ്പൊ ദ്വാരക എന്ന് പറയുന്നത് നമുക്ക് പൗരാണിക പ്രസിദ്ധമായിട്ടുള്ള ഇതാണ് ദ്വാരക. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദ്വാരക എന്ന് പറയുന്ന രാജധാനിയെ പറ്റിയിട്ടുണ്ട്. സാഹിത്യം പഠിക്കുന്നവരൊക്കെ പഠിക്കും. അപ്പോൾ അതില് പിന്നെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ പറയുന്നത് പറഞ്ഞാൽ അതിനൊരു എക്സ്കവേഷനാണ്. എന്നോ കടൽ വിഴുങ്ങിയ ദ്വാരകയെ വീണ്ടെടുക്കാനായിട്ട് പോകുന്ന ഒരു അനുഭവമാണ് അതിൽ കൂടെ പറയുന്നത്. പക്ഷെ എന്താണ് ആ പറഞ്ഞു വയ്ക്കുന്നത്? ഒരു വലിയ പൂരപ്രബന്ധം എഴുതി വെച്ചിരിക്കുന്ന പോലാണ്. ഇത്ര അടുത്ത ആഴ്ചയിലാണ് ദ്വാരക. അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ ശ്രീകൃഷ്ണൻ പിന്നെ ഊഞ്ഞാലാടിയ മഞ്ചൽ അവിടെ കാണാം. അവിടെയാണ് സത്യഭാമ ഉണ്ടായിരുന്നത്, അവിടെയാണ് ഗോപസ്ത്രീകൾ താമസിച്ചിരുന്നത്. അങ്ങനെ നദീദീർഘമായിട്ടുള്ള ഒരു സവിസ്തര പ്രതിപാദത്തിലൂടെയാണ് ഈ ദ്വാരക അവതരിപ്പിക്കുന്നത്. ഇത്രയൊന്നും കഥയിൽ വേണ്ട. പക്ഷെ കഥയുടെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് കുഞ്ഞിരാമൻ നായർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് പുള്ളിക്ക് എഴുതിയത്. കഥയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത് അറിയാൻ പറ്റുന്നത്. ഇങ്ങനെ ആയിരിക്കാം കഥ എന്ന് വെച്ചിട്ട് പുള്ളിയുടെ ഒരു പ്രാഗ്രൂപത്തിലാണ് ഈ ദ്വാരക പുള്ളി ഇത് അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ സാഹിത്യം പഠിക്കുന്നത് കൊണ്ട് അല്ലാതെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. സാഹിത്യം പഠിക്കുന്ന അവസരത്തിൽ നമുക്ക് വല്ലാത്തൊരു വിരസത അനുഭവപ്പെടും. പത്മനാഭന്റെ ഗൗരി വായിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ പ്രകാശം പറ്റുന്ന ഒരു പെൺകുട്ടി വായിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ വാനപ്രസ്ഥം വായിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എന്താ? ഇതിനകത്ത് സവിസ്തര പ്രതിപാദ്യം, കടലിന്റെ ആഴം, ആ ആഴത്തിലേക്ക് പോകുമ്പോൾ എന്ത് തരത്തിലുള്ള മത്സ്യങ്ങളാണ് നമ്മൾ കണ്ടുവെക്കുന്നത്, ഇതൊക്കെ എന്തിനാ പറയുന്നത്? അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റ് അറിയാൻ വയ്യാത്തത് കൊണ്ട് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതുപോലെ തന്നെ എല്ലാ അന്വേഷണങ്ങളും, ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ ഒരു ഇൻഫർമേറ്റീവാണ് ഇതിലൂടെ കടത്തി വരുന്നത്. അപ്പൊ കഥ ഒരിക്കലും ഒരു ഇൻഫർമേഷൻ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഥയായിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ലോകമഹായുദ്ധങ്ങൾ കൊണ്ടുവരാമല്ലോ, എല്ലാം കഥയായിട്ട് കൊണ്ടുവരാം. പക്ഷെ അതൊന്നും അല്ല കഥയെന്ന് പറയുന്നത്. കഥയെന്ന് പറഞ്ഞാൽ ഒരു ഏകശിലാ വിഗ്രഹമാണ് കഥയെന്ന് പറയുന്നത്. ഒരു ഏകശില, ഒരു കൃഷ്ണശിലയിൽ എങ്ങനെയാണ് നമ്മൾ കൊത്തി മനോഹരമായ ചില സാലഭഞ്ജികൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അങ്ങനെ ഏകശിലാ രൂപത്തിലാണ് ഒരു കഥ രൂപപ്പെടുന്നത്. നമ്മൾ ആ ശിലാവിഗ്രഹം കാണുമ്പോൾ അതിന് പല തുടർച്ചകളുണ്ട്, അതിന് ഇടർച്ചകളുണ്ട്, തളർച്ചകളുണ്ട്, വളർച്ചകളുണ്ട് എന്ന് നമ്മൾ ആ ശില്പത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, ഇപ്പൊ പെരുന്തച്ഛൻ നിർമ്മിച്ച കുളത്തെ പറ്റി പറയുന്നില്ലേ, ഒരാൾ പറഞ്ഞു കുളം നിർമ്മിക്കാൻ പറഞ്ഞു പെരുന്തച്ഛനോട്. ഇപ്പൊ പെരുന്തച്ഛന് മനസ്സിലായി അങ്ങനെ ഒരു കുളം ഉണ്ടാക്കാൻ പറ്റില്ല. പല ജാതിയിലുള്ളവരാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ത്രികോണത്തിൽ വേണം, മട്ട ത്രികോണത്തിൽ വേണം, ചതുരത്തിൽ വേണം, നീളത്തിൽ വേണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു കുളം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കൃത്യമായിട്ടാണ് ഉണ്ടാക്കി. എന്നിട്ട് ഓരോ സമുദായക്കാരെയും ഓരോ ഭാഗത്ത് നിർത്തിക്കൊണ്ട് നോക്കാൻ പറ്റില്ല. അപ്പൊ അവർ നോക്കുമ്പോൾ അവിടെ വട്ടത്രികോണത്തിലാണ്, ചതുരത്തിലാണ്. പക്ഷെ കുളം ഒന്നേ ഉള്ളൂ.
അപ്പോൾ ഒന്നാണ് സൂര്യൻ പലത് ബിംബം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു ഫോർമേഷൻ ഇല്ല. അങ്ങനെ ക്ലാസിക്കൽ കാലഘട്ടത്തിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നേരെ കുറച്ചൊക്കെ അപ്പം അന്ന് എഴുതിയിട്ടുള്ള കെ സുകുമാരൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ട്. നേരത്തെ ജയശീലൻ മാഷ് പറഞ്ഞ എം സുകുമാരൻ പിന്നീട് വന്നൊരു എഴുത്തുകാരാണ്. കെ സുകുമാരനെ പോലുള്ള എഴുത്തുകാർ ഇത് തന്നെയാണ്. അപ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇത് കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചു. ഈ കുത്തി നിറച്ചതാണ് കഥ. അപ്പോൾ എന്തും കുത്തി നിറയ്ക്കാവുന്ന ചാക്കാണ് നോവലെന്ന്, എന്ത് കുത്തി നിറയ്ക്കാവുന്ന ചാക്കാണ് നോവലെന്ന് ഞാൻ പോസ്റ്റ് പറയുന്നത്. നമുക്കറിയാവുന്ന എല്ലാ ഇൻഫർമേഷൻസ് കുത്തി നിറയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് ചാക്കാണ് നോവൽ എന്ന് പറയുന്ന പോലെ തന്നെ. കിട്ടാവുന്ന ഇൻഫർമേഷൻസ് മുഴുവൻ അക്കാലഘട്ടത്തിൽ കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ചിലതൊക്കെ വാന നിരീക്ഷണത്തെ പറ്റിയുള്ളതാണ്. കഥയായിട്ട് യാതൊരു ബന്ധമില്ല. രണ്ട് കഥാപാത്രങ്ങളും സംസാരിക്കുക. ഈ രണ്ട് കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് ആകാശം എന്താണ് ഇത്രമേൽ ചുമന്ന് കാണപ്പെടുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ശാസ്ത്രയുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതവിടെ പറയേണ്ട കാര്യമില്ല. അത് നമുക്ക് ശാസ്ത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം കൃത്യമായ ഒരു ഫോർമാറ്റ് ഇല്ലാതെ എന്താണ് പ്രസന്റ് ചെയ്യേണ്ടത്, എന്താണ് കഥയുടെ ഫോർമൽ രൂപം എന്നറിയാൻ വയ്യാതെ, അതിൻ്റെ ഒരു മാനിഫെസ്റ്റോ എന്താണെന്ന് അറിയാൻ വയ്യാതെയാണ് ഒരു ആദ്യകാലത്തിൽ എഴുതി. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ക്രോണോളജിക്കൽ ഓർഡർ ഞാൻ പറയുന്നത് ഈ വേഗയിൽ കുഞ്ഞിരാമനാരുടെയും കെ സുകുമാരൻ്റെയും ഇ വി കൃഷ്ണപിള്ളയുടെയൊക്കെ കവിതാ കേസം എന്നൊക്കെ പറയുന്നത് വെറുതെ ഇങ്ങനെ കോടതിയിലെ സംഭാഷണങ്ങൾ കൊണ്ട് നിർത്തിവെച്ചിരിക്കുക. പക്ഷെ അത് വായിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹം അക്കാലത്തുണ്ടായില്ല. പിന്നീട് സാഹിത്യ വിദ്യാർത്ഥികളാണെന്നൊക്കെ വായിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ജീവിതത്തെ നോക്കിക്കാണാനുള്ള ചില ശ്രമങ്ങളുണ്ടായി. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ബഷീറിലേക്ക് ഒരു കാലഘട്ടം വരുന്നു, അല്ലെങ്കിൽ തകഴിയുടെ കാലഘട്ടം വരുന്നു, അല്ലെങ്കിൽ പി കേശവദേവ് തുടങ്ങിയിട്ടുള്ളവരുടെ ഒരു കാലഘട്ടം വരുന്നു. ആ കാലഘട്ടത്തിലൊക്കെയാണ് അവർ കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ജീവിതത്തെ കാണാൻ ശ്രമിക്കും. ഇപ്പം ബഷീർ എന്ന് പറയുന്ന കഥ എഴുത്തുകാരൻ ലോകം കണ്ടതിനകത്ത് വെച്ച് ഏറ്റവും സമാധാനീയനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ലോക സാഹിത്യത്തിൽ ഇപ്പോൾ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. പക്ഷേ ബഷീർ എഴുതിയത് മലയാളത്തിലായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പരിമിതമായിട്ടുള്ള ചുറ്റളവ് ഇരുന്നുകൊണ്ടാണ് ബഷീർ തന്റെ സാഹിത്യം അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ലോകം അറിയപ്പെടാത്തത്. ശരിക്കും മാജിക്കൽ റിയലിസം കൊണ്ടുവരുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസോ മാർസൽ പ്രൂസ്റ്റോ ഒന്നുമല്ല. ശരിക്കും ഇത് കൊണ്ടുവരുന്നത് ബഷീറാണ്. പക്ഷേ ബഷീറിന് എന്ത് പറ്റി? ബഷീറിന് അക്ഷരം എഴുതാൻ അറിയില്ല. ബഷീർ കൊച്ചു മലയാളത്തിൽ ജനിച്ചു പോയി എന്നുള്ളത് മാത്രമാണ് നേരെ ഒരു ദോഷം. മാർക്കേസ് എഴുതുന്നതിന് മുൻപ് ആദത്തിന് വാലുണ്ടായിരുന്നു എന്ന് ബഷീർ എഴുതി. ഈ വാൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക, ആദത്തിന്റെ വാൽ. ഈ വാലാണ് മനുഷ്യന് പിന്നീട് എല്ലാ മനുഷ്യർക്കും വാലുണ്ടായിരുന്നു. ഈ വാല് ഇങ്ങനെ നടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ കഴിയും, തട്ടും. വാല് നീണ്ടുപോകുന്നതനുസരിച്ച് തട്ടുന്നുണ്ട്. അപ്പോൾ അവസാനം ഈ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് ഈ മനുഷ്യന് ഉപദ്രവം കിട്ടുന്ന മനുഷ്യരെല്ലാം അടി കിട്ടുന്ന മനുഷ്യരെല്ലാം വിളിച്ചെന്ന് പറയും, ഇങ്ങനെ നിങ്ങൾ നീ അനുവദിച്ചു തന്ന വാല് ഒന്ന് ചുരുക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ ഇതിനു മുമ്പ് കുറേ പരാതികൾ, വേറെ പല പരാതികളുണ്ട്, ഇതെല്ലാം പരിഹരിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ദിവസവും ഇതിൽ ഉപദ്രവം സഹിക്കാൻ വേറെ മനുഷ്യർ തന്നെയാണ് ചെല്ലുന്നത്. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി വീഴുക, നടക്കാൻ പറ്റുന്നില്ല, സഞ്ചാര സ്വാതന്ത്ര്യമില്ല, കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ഈ വാലിവിടെ ചുരുട്ടി വയ്ക്കും, അതും പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അവസാനം ദൈവം എന്ത് ചെയ്തു? പതുക്കെ നിന്റെ വാലിൻ്റെ ഇത് കുറച്ച് വരാം. അങ്ങനെയാണ് മനുഷ്യൻ്റെ വാല് ഇല്ലാതായി. അവസാനം അത് ഇല്ല, മനുഷ്യന് വാലില്ലാതായി തീർന്നെന്ന് ഒരു കഥയാണ്. ഈ പറഞ്ഞിരിക്കുന്നത് മാജിക്കൽ റിയലിസമാണ്. ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ബഷീറാണ്. അന്ന് മാർക്കേസ് ഇതൊന്നും അവതരിപ്പിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം അത്തരം ചില കാര്യങ്ങളെ പറ്റി അന്ന് തന്നെ ബഷീർ ഒരു കഥയിൽ പറയുന്നുണ്ട്. ഈ നമ്മളുടെ മാജിക് ചെയ്തില്ലേ, മെജിഷ്യന്മാർ തൊപ്പി അപ്രത്യക്ഷമാക്കുന്നില്ലേ, മുയലിനെ അപ്രത്യക്ഷമാക്കുന്നില്ലേ, ഈ അപ്രത്യക്ഷമാകുന്നതിൻ്റെ കുഴപ്പമൊന്നും. അപ്പം ബഷീർ പറയുന്നത് ഈ വേദത്തിൻ്റെ മുകളിൽ ഒരു പാളിയുണ്ട്, ആ പാളിയാണ് സ്റ്റോർ ഹൗസ്. ഇതെല്ലാം അവിടെ കാണും. ഇത്ര മനോഹരമായ ഒരു ഭാവനയാണെന്നൊക്കെ. ബഷീറിന് ഭ്രാന്തില്ലെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. ഭ്രാന്താണ്. നമ്മൾ എഴുതുന്നതിനകത്ത് ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥമൊന്നും നമുക്ക് ഭ്രാന്തില്ല എന്നാണ്. അപ്പോൾ പുള്ളി അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, ബഷീറിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടുന്ന് മരിച്ചു പോകുന്നവർ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കാണും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുമോ? എന്തിന് വീണ്ടും ഈ ദുഃഖത്തിൽ കൊണ്ടെടുക്കുന്നത് എന്ന് ബഷീർ ചോദിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പം നമ്മൾ അപ്രത്യക്ഷമാകുന്നത് എവിടെയോ അതായത് ഈ ആകാശത്തിൻ്റെ മുകളിൽ ഒരു ലെയറുണ്ട്. ആകാശം പിന്നെ മുകളിലാണല്ലോ. ആ ലെയറിൻ്റെ മുകളിൽ ഒരു സ്റ്റോർ റൂമുണ്ട്. അവിടെയാണ് ഈ മജിഷ്യന്മാരെ അപ്രത്യക്ഷമാക്കുന്ന എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്യപ്പെടും. ചെന്നാൽ കാണാമെന്നാണ് പറയുന്നത്. ഓരോ മജിഷ്യൻ അപ്പോൾ എത്ര ഉയരമുണ്ട്, എത്ര തൊപ്പിയുണ്ട്, എത്ര ആനയുണ്ട്, എത്ര കൈലേസുണ്ട്. അപ്പോൾ അതിൽ കൂട്ടത്തിൽ അതിൻ്റെ ഇടയിൽ ആരും കാണും? മനുഷ്യരുണ്ടാവും. ഇതാണ് മാജിക്കൽ റിയലിസം.
അപ്പൊ നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഇത് അറിയപ്പെടും. ബഷീർ ഈ മാജിക്കിനെ പറ്റി എഴുതപ്പെടും, ഈ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ തലത്തിലൊക്കെയാണ് ഇപ്പോൾ എഴുതുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിനകത്ത് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ബന്ധം, ബഷീറിന്റെ വിശപ്പ്, രോഗം, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഇതെല്ലാം ബഷീർ വിഷയമാണ്. തകഴി അപ്പുറത്തോട് മാറി എഴുതുന്നതാണ് കൃഷിക്കാരന്റെ പ്രശ്നം അവതരിപ്പിക്കുന്നത്. ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനമല്ല. കേശവദേവ് എന്ത് അവതരിപ്പിച്ചു? ഈ പിന്നെ എന്താ പറയുക, രക്ഷ ഒരുക്കുന്നവരുടെ പ്രശ്നം അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തോട്ടിപ്പണി അത് തകഴി ചെയ്യുന്നത്, തോട്ടിപ്പണി ചെയ്യുന്നവരുടെ ഓരോ വീട്ടിലെ മാതിരി തോട്ടിപ്പണി ചെയ്യുന്ന വന്ന് നിൽക്കുക, ഇന്ന് വല്ലതും കിട്ടുമെന്ന് ഇത് കൊണ്ടുപോകാനായിട്ട്. ഇന്ന് അങ്ങനെ ആരാ നമ്മുടെ വീട്ടിൽ മുമ്പിൽ വന്നിരിക്കുന്നത്? ആരും വന്നിരിക്കുന്നില്ല. അന്ന് മനുഷ്യന്റെ വിസർജ്യം എടുക്കാനായിട്ട് ഈ പാവം പിടിച്ച മനുഷ്യർ വന്ന് നിൽക്കുന്നതിനെ പറ്റിയാണ് തോട്ടിയുടെ മകൻ എന്നുള്ളതിനകത്തൊക്കെ തകഴിയിടുന്നത്. അപ്പൊ അവിടെ എന്ത് വന്നു? ഈ പറയുന്ന ഈ ഭാവനയുടെ ലോകം വിട്ടിട്ട്, ഇമാജിനേഷന്റെ ലോകം വിട്ടിട്ട് റിയലിസത്തിലേക്ക് കഥ പ്രവേശിക്കാൻ പറ്റും. ശരിക്കും അവിടെ മുതലാണ് നമ്മളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആരംഭിക്കുന്നത്. ജീവിതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നിടത്താണ് സാഹിത്യം ഉണ്ടാകുന്നതെന്ന് പറയും. നമ്മുടെ വേദന, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ സന്ത്രാസങ്ങൾ, നമ്മുടെ സന്താപങ്ങൾ, പ്രതീക്ഷകൾ, ഉത്കണ്ഠ, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു ജീവിത ദർശനമുണ്ട്, ഒരു സമ്പദ് ദർശനമുണ്ട്. ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഷീറും തകഴിയും കേശവദേവും ഒക്കെ എഴുതാൻ കഴിയും. ഇവരെഴുതിയ കാലഘട്ടത്തിന് ശേഷം വരുന്ന ഒരു തലമുറയിൽപ്പെട്ടവരാണ് ഉറൂബ്, എസ്.കെ. പൊറ്റക്കാട് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ തലമുറയ്ക്ക് അപ്പൊ ഇവരുടെയൊക്കെ വന്നപ്പോഴത്തേക്ക് എന്താണ്, അവർ കുറച്ചും കൂടെ ജീവിതം മാത്രമല്ല അതിനകത്ത് ചില ഈ പ്രണയം കൂടിയുണ്ട്, ചില ബന്ധങ്ങൾക്ക് ചില ആഴങ്ങളുണ്ടെന്ന് കാണിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഉമ്മാച്ചു, അല്ലെങ്കിൽ സുന്ദരികളും സുന്ദരന്മാരും, അല്ലെങ്കിൽ എസ്.കെ. പൊറ്റക്കാടിന്റെ നാടൻ പ്രേമോ, അല്ലെങ്കിൽ തെരുവിന്റെ കഥ, ഇങ്ങനെയുള്ള കൃതികൾ. പക്ഷെ ഇതിനു മുമ്പേ ബഷീർ അതാണ് ഈ തകഴിയും തകഴിയുടെ ചെമ്മീനല്ലേ നമുക്കറിയാവും, ഈ കത്തമ്മയുടെയും പരിക്കുട്ടിയുടെയും കാര്യമല്ലേ നമുക്കറിയാവും. പക്ഷെ ബഷീർ ഇതിലും ഭംഗിയായിട്ട് പ്രണയത്തെ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. മതിലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് ഊഹിക്കാനായിട്ട് പറ്റും. അപ്പൊ എസ്.കെ. പൊറ്റക്കാടിന്റെയും ഉറൂബിന്റെയും കാലഘട്ടം ആയപ്പോഴത്തേക്ക് ഈ റിയലിസത്തിനോടൊപ്പം ചില ഫ്ലേവർ കൂടെ കലർത്താൻ പറ്റും. മായന്റെ കഥയിലൊക്കെ പറയുന്നത് പ്രണയത്തിന് കുറച്ചും കൂടെ ഒരു ചാഞ്ചല്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതിനുശേഷം വരുന്നൊരു തലമുറയിൽപ്പെട്ടവരാണ് എം.ടി. വാസുദേവൻ നായരും പി. പത്മരാജനും ഒക്കെ. അവരൊക്കെ എന്ത് പറ്റിയെന്നറിയോ, അതിനകത്ത് കുറച്ചും കൂടെ ആ പ്രണയത്തിനെ കുറച്ചും കൂടെ സംശുദ്ധമാണ്. ലൈഫാണ് പറയുന്നത്, ജീവിതമാണ് പറയുന്നത്. ഈ ജീവിതം പറയുന്നതിനോടൊപ്പം തന്നെ കുറച്ചും കൂടെ മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ തരത്തിൽ ഞാനൊരു ഉദാഹരണം പറയാം. എല്ലാവരും എഴുതി തുടങ്ങുന്ന എല്ലാവരും എടുക്കുന്ന ഒരു വിഷയം എന്തൊക്കെയാണെന്ന് അറിയാം. രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. ഒന്ന് മഴ. എല്ലാവരും മഴയെക്കുറിച്ച് എഴുതാത്തവരാരെങ്കിലും കൈകൊക്കെ എനിക്ക് നാടകം ഉണ്ടാക്കിയത് ആരെങ്കിലും ചെയ്യും. എല്ലാവരും എഴുതും. പിന്നെ എഴുതാൻ പറ്റുന്ന ഏക വിഷയം എന്താണ്? പ്രണയം. ആരാ പറഞ്ഞു? എത്ര എഴുതും? ഞാനും അത് തന്നെ ചോദിക്കുന്നത്. വേറെ അപ്പോ പ്രണയം എന്താ കാര്യം എന്നറിയോ? എളുപ്പത്തിന് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അത് ചില അത് പ്രകൃതിയോടാകാം ഒക്കെയാണ്. ഇപ്പൊ ബഷീറിന്റെ പ്രണയം തന്നെ ആണിന് പെണ്ണിനോടും പെണ്ണിനാണിനോടും മാത്രമല്ല, ഈ പിന്നെ പാമ്പിനോടും പുഴുവിനോടും പഴുതാരോടും ഒക്കെ ഉള്ള, അതായത് ഈ ഇത് പറയുന്നത് അതിനോടുള്ള സ്നേഹമാണ് ബഷീറിനോട്. പലർക്കും പല രീതിയിലാണ്. അപ്പൊ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ബഷീറിന്റെ ഉദാഹരണം പറയാം, രണ്ടു മൂന്ന് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫോർമേഷൻ, അതിന്റെ മാറ്റം, അതിന്റെ പരിണതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബഷീറിന്റെ മതിലുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. എത്ര കാലത്തിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് മതിലുകൾ. അതിലെങ്ങനെയാണ് ബഷീർ പ്രണയം അവതരിപ്പിച്ചത്? ലോകത്ത് ഒരു മനുഷ്യനും അവതരിപ്പിക്കാത്ത അതിലുള്ള പ്രണയമാണ്. ഇന്നത് ആയി, അത് പല തരത്തിലേക്കായി. പക്ഷെ അന്ന് ഈ പറയുന്ന സാങ്കേതിക വിദ്യ ഒന്നും ഉണ്ടാകാതിരുന്നൊരു കാലത്ത് ബഷീർ നാരായണിയെ സ്നേഹിച്ചു. ഈ നാരായണിയെ സ്നേഹിച്ചപ്പോ നാരായണി കണ്ടിട്ടുണ്ടോ? ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. ഒരു ശബ്ദം കൊണ്ടാണ്. ഈ ബഷീറാണല്ലോ ഇവിടെ കിടക്കുന്നത്, ജയിലിൽ കിടക്കുന്ന ആള് ബഷീറാണ്. ഈ ബഷീറിന്റെ ആഗ്രഹം എന്താണ്? അടുത്ത അമാവാസി വരുമ്പോൾ എങ്ങനെയെങ്കിലും ജയിൽ ചാടി രക്ഷപ്പെടണം. സ്വാതന്ത്ര്യ സമര കാലവുമായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി ഇയാൾ എല്ലാ കരുക്കളും കൊടുക്കുക. അങ്ങനെയാണ് ഒരു ദിവസം പച്ചക്കറിത്തോട്ടത്തിലേക്ക് പോകുന്ന ചൂളം പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന അവസരത്തിലാണ്
തൊട്ടപ്പുറത്തെ ആ വലിയ മതിലിന്റെ അപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നു. പെണ്ണിന്റെ ശബ്ദമാണ് ആദ്യം കേൾക്കുന്നത്. ബഷീർ പറയുന്നുണ്ട് ആദ്യം ശബ്ദത്തിലൂടെയാണ് അത് തിരിച്ചറിയുന്നത്, പിന്നാണ് അവളുടെ ഗന്ധം വരുന്നത് എന്ന് പറയും. അപ്പോൾ അപ്പുറത്തുള്ള ശബ്ദം കേട്ടിട്ട് ഇയാൾ കാതുവെക്കുക. ഒന്ന് ആലോചിച്ച് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ദിവസം ഇവർ തമ്മിൽ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ഈ നാരായണി എങ്ങനെ ഇരിക്കുകയാണെന്ന് ബഷീറിന് അറിയില്ല. അപ്പൊ രണ്ടുപേരും നേരിട്ട് കണ്ടാലേ പ്രണയം സംഭവിക്കുന്നൊന്നുമില്ല എന്നാണ് അന്നത്തെ കാലം. ഇന്ന് വേണമെങ്കിൽ അത് എഴുതാം. അപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്കൊരു മെസ്സേജിനകത്തൂടെ നമുക്ക് ഒരാളെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റി കാണുന്നത് പോലുമില്ല. ഇന്നത്തെ ഈ പ്രൊഫൈൽ ചിത്രങ്ങളൊക്കെ എത്രത്തോളം ശരിയാണെന്ന് പോലും നമുക്ക് അറിയാതെയാണല്ലോ നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പോൾ അതുമല്ല. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന നാരായണിയെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഓരോ ദിവസം കഴിയുന്നവരും ഈ ബഷീറിന് നാരായണിയോടുള്ള സ്നേഹം വേർപിരിക്കാനാകാത്ത വിധം ബഷീർ അത് പറഞ്ഞു വെക്കുന്നതെന്നറിയാം. ഈ മതിലുകൾ പ്രണയത്താൽ തകർന്നു വീഴണമെന്നാണ് എൻ്റെ അതൊക്കെ മെസ്സേജ്. നമ്മൾ സൃഷ്ടിക്കുന്ന മതിലുകൾ അല്ലേ, നമ്മൾ ഈ പ്രണയത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെടുന്ന മതിലുകളില്ലേ, അത് തകർന്ന് തരിപ്പണമായിട്ട് മാറണം. ഒരു പർവ്വതം പൊടിഞ്ഞു തീരുന്നത് പോലെ ഒടിഞ്ഞ് മണ്ണായി മാറണം. അതിനാണ് അതിൻ്റെ ഇമേജ് വെച്ചിട്ടാണ്. എത്ര ഭാവനാസമ്പന്നനായിട്ടുള്ള ഒരാളാണ്, എന്ത് ജീനിയസ് ആണെന്ന് നോക്കിയ ബഷീർ. അപ്പം കണ്ടിട്ടില്ല. അപ്പം ഒരു ദിവസം ബഷീറിൻ്റെ അടുത്ത് ജയിൽ വാർഡൻ എന്ന് പറയുന്നത് നിങ്ങളെ നാളെ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ബഷീർ പറയുന്ന ഒരു മറുപടി ഉണ്ട്, ആർക്ക് വേണം പിച്ച സ്വാതന്ത്ര്യം. ഒരു അമാവാസിക്ക് ജയിലിലുള്ള ഒരാളാണ്. അയാൾ പറയാണ് നിന്റെ ഈ പിച്ച വാക്ക് നോക്കണം, നിന്റെ പിച്ച എടുത്തുണ്ടാക്കുന്ന ഈ സ്വാതന്ത്ര്യം ആർക്ക് വേണം, ആർക്ക് വേണ്ടി ഈ എരിഞ്ഞെടുക്കാൻ നിൽക്കുന്നത്. അവിടെ നിന്ന് വിട്ടുപോകാൻ താല്പര്യമില്ലാത്ത നാരായണിക്ക് വേണ്ടി. എന്നാൽ നാരായണി കണ്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഒരു കപ്പെടുത്ത് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നതാണ് ഇവരുടെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു ചെടിച്ചട്ടി മൊത്തത്തിൽ എടുത്ത് കൊടുത്ത ആളാണ്. അവസാനം ഇവർ രണ്ടുപേരും റിലീസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് ബഷീർ ചോദിക്കുന്നുണ്ട് എവിടെ വെച്ച് നമ്മൾ കാണും എന്ന് ചോദിക്കുന്നുണ്ട്. വളരെ വളരെ ലളിതമായിട്ട് ചോദിക്കുകയാണ്. അവൻ പറയാം ഞാനിങ്ങനെ ആശുപത്രിയിൽ വരും, അപ്പം ഞാൻ അവിടെ കാണും. എങ്ങനെ അറിയാൻ പറ്റും? വലത്തെ കവളിലാണോ ഇടത്തെ കവളിലാണോ എവിടെയാണ് പറഞ്ഞത് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അല്ല, എനിക്ക് ഓർക്കാൻ വയ്യുന്നതല്ല, അത് ബഷീറിൻ്റെ അടുത്ത് അവർ പറയുന്നുണ്ട്. ആരാണ് പറയുന്നത്? എൻ്റെ വലത്തെ കവളിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ഇടത്തെ കവളിലോട്ട് മാറ്റിക്കൊണേ പിന്നീട്. അപ്പോൾ ഈ വലത്തെ കവളിലുള്ള മറുക് കാണും, അതായിരിക്കും ഞാൻ എന്ന് നാരായണി പറയുന്നുണ്ട്. അപ്പൊ നാരായണി തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ മോശമൊന്നുമില്ല. അവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങളെ എങ്ങനെ എനിക്ക് തിരിച്ചറിയും? അപ്പൊ പാവകൾ പറയാം ഞാനൊരു റോസാപ്പൂ പിടിച്ചോണ്ട് ആ വാതിലുണ്ടാകും. ആലോചിച്ചൊക്കെ സത്യത്തിൽ അത് വായിച്ച് നമുക്ക് തീർക്കാൻ പറ്റില്ല, കരുതുന്നു. എന്നാൽ ഇവർ കാണുന്നുണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു പ്രണയം അന്നത്തെ കാലത്ത് കഴിഞ്ഞു. പക്ഷെ ബഷീർ എഴുതുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ബഷീർ എഴുതിയേക്കുന്ന ഒരു പേര് തന്നെ പറയാം. ഈ ഉച്ചിട്ട് കളിക്കാൻ്റെ മകൾ എന്ന് പറഞ്ഞൊരെണ്ണത്തില് ഈ സൈനബ എന്നാണ് അവളുടെ പേര്. അവൾക്ക് ഏറ്റവും ഇഷ്ടമായതെന്നറിയാം മണ്ടമുത്തപ്പൻ. അതായത് വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാത്തിനും അട്ടിമറിക്കുക. കുറഞ്ഞ യോഗ്യതയിലുള്ള ഒരു മണ്ടനായിരിക്കും, കുറഞ്ഞ പക്ഷെ ഒരു മണ്ടനായിരിക്കണമെന്നുള്ള ആ മണ്ടമുത്തപ്പയോട് ഭയങ്കര സ്നേഹം. പക്ഷേ ഇവനോട് എങ്ങനെ സ്നേഹം പറയും? ഈ പൊട്ടങ്കണാശൻ മനസ്സിലാവും. ഈ പറഞ്ഞത് ഐ ലവ് യു എന്നക്കാലത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് ഇവരുടെ വാപ്പയ്ക്ക് ഒരു ചായക്കട ബുദ്ധിമതിയാണ്. അവർക്ക് ഇവനോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം? ഇന്നിപ്പോൾ പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ നമുക്ക് ഒരാളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും.